സമയം 12 മണി കഴിഞ്ഞു കേട്ടോ. എന്നിട്ട് ഉണ്ണേട്ടൻ ജോലി തന്നെ വന്നില്ലാന്നേ. അപ്പം തന്നെ ഞാൻ ഫോണെടുത്ത് ഉണ്ണേണ്ണൊന്ന് വിളിച്ചു. ഉണ്ണേട്ടാ എവിടെയാ? അപ്പോൾ ഉണ്ണേണ്ണ എന്നോട് പറയാം, കുഞ്ഞു നീ ഉറങ്ങല്ല കേട്ടോ, നിനക്കൊരു സർപ്രൈസായിട്ട് ഞാൻ വരുന്നുണ്ട്. പിന്നെ ഒന്നും നോക്കിയില്ല, കാത്തിരുന്നു ആ സർപ്രൈസിന് വേണ്ടിയിട്ട്. ഇങ്ങനെ ഇഷ്ടമാണ് കേട്ടോ ഭർത്താക്കന്മാർ ജോലി കഴിഞ്ഞ് വരുമ്പോൾ ആ സർപ്രൈസിന് വേണ്ടിയിട്ട് കാത്തിരുന്ന് അത് കിട്ടുമ്പോഴൊരു സുഖം, അത് വേറൊന്നും തന്നെ. അത് പറഞ്ഞപ്പോഴോ, ഇതുപോലെ കാത്തിരുന്ന കുറേ കാലങ്ങളുണ്ടായിട്ടുണ്ട്. പണ്ട് ചെറുപ്പത്തിൽ അമ്മ ജോലിക്ക് പോകുമ്പോൾ അമ്മ എന്ത് കൊണ്ടുവരും എന്ന് പറഞ്ഞ് കാത്തിരുന്ന കാലം ഉണ്ടായിട്ടുണ്ട്. ചില സമയത്ത് അമ്മ അടുത്ത് എന്തെങ്കിലും ഉണ്ടാവും, ചില സമയത്ത് അതും ഉണ്ടാവില്ല. എന്നാലും സങ്കടവും പരിഭവവും ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ആ അത് പോട്ട്, അത് കഴിഞ്ഞ കാലം. അപ്പോൾ അതാ ഉണ്ണിയേട്ടൻ വന്നപ്പോൾ കൊണ്ടുവന്നത്. അപ്പോൾ എത്രയാ റംബൂട്ടാൻ, അടിപൊളി ടേസ്റ്റ്. പിന്നെ ഒന്നും നോക്കിയില്ല, എല്ലാവരെയും വിളിച്ചെണീപ്പിച്ചു. രാത്രി 12 മണിക്ക് ഞങ്ങളെല്ലാവരും കൂടെ റംബൂട്ടാൻ കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ, ഗുഡ് നൈറ്റ്.